ഹായ് ഓൾ ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അഡ 24/7 മലയാളം കറണ്ട് അഫയേഴ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ അറിയുമെങ്കിൽ അത് കമന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ഇതിന്റെ നോട്ട്സ്, അതായത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ വീക്ക്ലി റൗണ്ട് അപ്പ് എല്ലാ മൺഡേയ്സും നടക്കാറുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകൾ ഭാഗത്തായിട്ടാണ് എക്സ്പ്ലോർ ഗ്രൂപ്പ് ഉള്ളത്. ഇവിടെ അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൻഷിമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ മാക്സിമം പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ നമ്മുടെ വീക്ക്ലി റൗണ്ടപ്പിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും, ഏകദേശം ബൈ ഹാർട്ട് ആവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പുതിയ പേര് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസർ കമന്റ് ചെയ്യോ. എന്താണ് ഉത്തരം? ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ശ്രീ വിജയപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ശ്രീ വിജയപുരമാണ് നമ്മുടെ ഉത്തരം. ശ്രീ വിജയപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് എന്തെന്ന് പറയുന്നത്? ശ്രീ വിജയപുരം. ശ്രീ വിജയപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മുന്നേ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റോസ് ഐലൻഡിന്റെ പേര് മാറ്റിയിട്ട് ബോസ് ഐലൻഡ് ആക്കി എന്നൊക്കെ അല്ലെ, സുഭാഷ് ചന്ദ്ര ബോസ് ഐലൻഡ് ആക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും ഓർത്തിരിക്കുക. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം എന്നാണ്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ വിജയത്തിന്റെ പ്രതീകമായാണ് വിജയപുരം എന്ന പേരിട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ വിജയത്തിന്റെ പ്രതീകമായാണ് വിജയപുരം എന്ന പേരിട്ടത്. മുൻപ് നരേന്ദ്രമോദി ആൻഡമാനിലെ 21 വലിയ ദ്വീപുകൾക്ക് പരംവീർ ചക്ര പുരസ്കാര ജേതാക്കളുടെ പേര് നൽകിയിരുന്നു. നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ റോസ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന ദ്വീപിന് നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ പേരാണ് നൽകിയത്. ഇപ്പൊ റോസ് ബോസ് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. റോസ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന ദ്വീപിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരാണ് നൽകിയത്. അതുപോലെ തന്നെ ആൻഡമാനിലെ 21 വലിയ ദ്വീപുകൾക്ക് പരംവീർ ചക്ര പുരസ്കാര ജേതാക്കളുടെ പേര് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ്? ശ്രീ വിജയപുരം. ശ്രീ വിജയപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 2024 MTV വീഡിയോ മ്യൂസിക് പുരസ്കാരങ്ങളിൽ ടൈലർ സ്വിഫ്റ്റ് എത്ര പുരസ്കാരങ്ങൾ നേടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2024 MTV വീഡിയോ മ്യൂസിക് പുരസ്കാരങ്ങൾ ടൈലർ സ്വിഫ്റ്റ് എത്ര പുരസ്കാരങ്ങൾ നേടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ സി ആണ്. 7 പുരസ്കാരങ്ങളാണ് നേടിയത്. 7 പുരസ്കാരങ്ങൾ നേടി എന്നുള്ളതാണ്. 2024 MTV വീഡിയോ മ്യൂസിക് പുരസ്കാരങ്ങൾ ടൈലർ സ്വിഫ്റ്റ് എത്ര പുരസ്കാരങ്ങൾ നേടി എന്ന് ചോദിക്കുകയാണെങ്കിൽ 7 പുരസ്കാരങ്ങളാണ് നേടിയത്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ നോക്കാം. ഇത്തവണത്തെ MTV വീഡിയോ മ്യൂസിക് പുരസ്കാരങ്ങളിൽ 7 അമേരിക്കൻ ഗായികയും ഗാനരചയിതാവുമായ ടൈലർ സ്വിഫ്റ്റ് സ്വന്തമാക്കി. ഇതോടെ VMA പുരസ്കാരത്തിന്റെ ചരിത്രത്തിൽ 30 നേടുന്ന രണ്ടാമത്തെ ഗായികയായി സ്വിഫ്റ്റ് മാറി. ബിയോൺസെയാണ് ഇതിനു മുൻപ് ഇത്രയധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ബിയോൺസെയാണ് ഇതിനു മുൻപ് ഇത്രയധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത്. അപ്പൊ പുരസ്കാരത്തിന്റെ ചരിത്രത്തിൽ 30 നേടുന്ന രണ്ടാമത്തെ ഗായിക സ്വിഫ്റ്റ് ആണ്. അപ്പോൾ ഇതിനു മുൻപ് ഇത്രയധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് ബിയോൺസെ എന്നുള്ളതും ഓർത്തിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 2024 MTV വീഡിയോ മ്യൂസിക് പുരസ്കാരങ്ങളിൽ ടൈലർ സ്വിഫ്റ്റ് എത്ര പുരസ്കാരങ്ങൾ നേടി എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഓർത്തിരിക്കുക. 7 പുരസ്കാരങ്ങളാണ് നേടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 100 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്രം സ്വന്തമാക്കിയ വ്യക്തി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 100 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്രം സ്വന്തമാക്കിയ വ്യക്തി ആര് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? എന്താണ് ഉത്തരം? എന്താണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 100 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്രം സ്വന്തമാക്കിയ വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം അറിഞ്ഞു വെച്ചിരിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ആൻസർ എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 100 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്രം സ്വന്തമാക്കിയ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ.
റൊണാൾഡോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായി 100 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കുന്ന ആദ്യ വ്യക്തി എന്ന നേട്ടവുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ ഫേസ്ബുക്കിൽ 17 കോടി, എക്സിൽ 11.3 കോടി, ഇൻസ്റ്റഗ്രാമിൽ 63.8 കോടി, അടുത്തിടെ ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ 6.06 കോടി സബ്സ്ക്രൈബേഴ്സ് എന്നിങ്ങനെയാണ് ക്രിസ്ത്യാനോയെ പിന്തുടരുന്ന ആൾക്കാർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 100 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്രം സ്വന്തമാക്കിയ വ്യക്തി ആര് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർവീസിൽ നിന്നും വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സർവീസിൽ നിന്ന് വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? ഏതാണ്? ആൻസർ അറിഞ്ഞിരിക്കുക. ഭവിഷ്യയാണ് കേട്ടോ, ഭവിഷ്യ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. സർവീസിൽ നിന്നും വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് ഏതെന്ന് പറയുന്നത് ഭവിഷ്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പേസ് എക്സിന്റെ ഏത് ദൗത്യത്തിലൂടെയാണ് സാഡ് ഐസക്മാൻ, സാറ ഗില്ലിസ് എന്നിവർ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ സാധാരണക്കാർ എന്ന നേട്ടം കൈവരിച്ചത്? സ്പേസ് എക്സിന്റെ ഏത് ദൗത്യത്തിലൂടെയാണ് സാഡ് ഐസക്മാൻ, സാറ ഗില്ലിസ് എന്നിവർ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ സാധാരണക്കാർ എന്ന നേട്ടം കൈവരിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? ആൻസർ അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം. എന്താണ് ഉത്തരം? ഏതായിരുന്നു? ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ടൈം കുറച്ച് തരുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഇല്ല, പൊളാരിസ് സ്റ്റോൺ ആണ് കേട്ടോ. പൊളാരിസ് സ്റ്റോൺ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു അല്ലെ. ക്വസ്റ്റ്യൻ ഇതാണ്. സ്പേസ് എക്സിന്റെ ഏത് ദൗത്യത്തിലൂടെയാണ് സാഡ് ഐസക്മാൻ, സാറ ഗില്ലിസ് എന്നിവർ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ സാധാരണക്കാർ എന്ന നേട്ടം കൈവരിച്ചത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? പൊളാരിസ് സ്റ്റോൺ അല്ലെ. പൊളാരിസ് സ്റ്റോൺ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ലോകത്തെ ആദ്യ കൊമേഴ്സ്യൽ സ്പേസ് വാക്ക് എന്ന രീതിയിലാണ് പൊളാരിസ് സ്റ്റോൺ ബഹിരാകാശ ദൗത്യം ചരിത്രം എഴുതിയത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് 2024 സെപ്റ്റംബർ 10-ന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് 5 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി ഇവർ പുറപ്പെട്ടത് എന്നുള്ളതും അറിഞ്ഞിരിക്കാം. അപ്പൊ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് 2024 സെപ്റ്റംബർ 10-ന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് 5 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി ഇവർ പുറപ്പെട്ടത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതുപോലെ അമേരിക്കൻ ശതകോടീശ്വരൻ ജാരഡ് ഐസക്മാൻ ആയിരുന്നു ദൗത്യ സംഘ തലവൻ. മുൻ US വ്യോമസേന പൈലറ്റ് സ്കോട്ട് പൊട്ടീറ്റ്, സ്പേസ് എക്സിലെ എഞ്ചിനീയർമാരായ സാറ ഗില്ലിസ്, അന്ന മേനൻ എന്നിവരായിരുന്നു സ്പേസ് എക്സിന്റെ ബഹിരാകാശ യാത്രയിലെ മറ്റംഗങ്ങൾ എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ ഐസക്മാൻ ആയിരുന്നു ദൗത്യ സംഘ തലവൻ എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 US ആൻഡ് വേൾഡ് റിപ്പോർട്ട് നടത്തിയ സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2024 US ആൻഡ് വേൾഡ് റിപ്പോർട്ട് നടത്തിയ സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന് ഉത്തരം അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ എ ആണ്, 33 ആണ് കേട്ടോ. 33 ആണ്. US ആൻഡ് വേൾഡ് റിപ്പോർട്ട് നടത്തിയ സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 33 ആണ്. ഓർത്തിരിക്കുക, സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യമായി തുടർച്ചയായ 3-ാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സ്വിറ്റ്സർലാൻഡ് ആണ്. അതുകൂടെ അറിഞ്ഞിരിക്കുക. സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യമായി തുടർച്ചയായ 3-ാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വിറ്റ്സർലാൻഡ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് 2024 സെപ്റ്റംബറിൽ അഗ്നിവീറുകൾക്ക് 10% ജോലി സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? 2024 സെപ്റ്റംബറിൽ അഗ്നിവീറുകൾക്ക് 10% ജോലി സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? ഏതാണ്? ആൻസർ ഓർത്തിരിക്കുക. ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ. 2024 സെപ്റ്റംബറിൽ അഗ്നിവീറുകൾക്ക് 10% ജോലി സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ഒഡീഷ എന്നുള്ളത് ഓർത്തിരിക്കുക. പോലീസ്,
ഫോറസ്റ്റ്, എക്സൈസ്, അഗ്നിരക്ഷാ സേന തുടങ്ങിയ ജോലികളിലായിരിക്കും സംവരണം ഉറപ്പാക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, അഗ്നിരക്ഷാ സേന തുടങ്ങിയ ജോലികളിലാകും സംവരണം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അഗ്നിവീറുകൾക്ക് 10% ജോലി സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഡീഷ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ആൽബർട്ടോ ഫുജിമോറി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ആൽബർട്ടോ ഫുജിമോറി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പെറു. പെറു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആൽബർട്ടോ ഫുജിമോറി, പേര് മറക്കരുത്. ആൽബർട്ടോ ഫുജിമോറി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? അദ്ദേഹം സെപ്റ്റംബറിൽ അന്തരിച്ചു, 2024 സെപ്റ്റംബറിൽ അന്തരിച്ചു. അപ്പൊ നമ്മുടെ ആൻസർ ഓർത്തിരിക്കുക, പെറു ആണ്. പെറു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇദ്ദേഹം 1990 മുതൽ 2000 വരെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മനുഷ്യാവകാശ ലംഘനത്തിന് ദീർഘകാലം തടവ് ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. അപ്പൊ മുൻ പെറു പ്രസിഡന്റ് ആയിരുന്നു ആൽബർട്ടോ ഫുജിമോറി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? ആൻസർ അറിയേണ്ടതാണ്. ആൻസർ ഓർത്തിരിക്കുക, സീതാറാം യെച്ചൂരിയാണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് സീതാറാം യെച്ചൂരി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. 1952 അദ്ദേഹം ജനിക്കുന്നത്, 2024 മരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. 1952 ഓഗസ്റ്റ് 12 ജനനം. 1975 അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായി. 1977-78 കാലഘട്ടത്ത് JNU സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ആയി. 1978 SFI ദേശീയ ജോയിന്റ് സെക്രട്ടറി. 1984 SFI ദേശീയ പ്രസിഡന്റ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം. 1992 CPM PB അംഗം. 1996 ഐക്യമുന്നണി സർക്കാരിന്റെ പൊതു മിനിമം പരിപാടി ഉണ്ടാക്കിയവരിൽ അംഗം. 2005 രാജ്യസഭാംഗമായി. 2015-24 കാലഘട്ടത്തിൽ CPM ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2024 സെപ്റ്റംബർ 12 അന്തരിക്കുന്നത്. ഈ ഒരു ഡേറ്റും ഓർത്തിരിക്കുക കേട്ടോ. 2024 സെപ്റ്റംബർ 12 അന്തരിക്കുന്നത്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു, ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമായി പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്ത് എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്രീ വിജയപുരം. ഓർത്തിരിക്കുക. അടുത്തത്, 2024 MTV വീഡിയോ മ്യൂസിക് പുരസ്കാരങ്ങളിൽ ടൈലർ സ്വിഫ്റ്റ് എത്ര പുരസ്കാരങ്ങൾ നേടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 7 അല്ലെ, 7 പുരസ്കാരങ്ങൾ നേടി. 7 പുരസ്കാരങ്ങൾ നേടി എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 100 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്രം സ്വന്തമാക്കിയ വ്യക്തി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 100 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്രം സ്വന്തമാക്കിയ വ്യക്തി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, സർവീസിൽ നിന്നും വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? സർവീസിൽ നിന്ന് വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഭവിഷ്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, സ്പേസ് എക്സിന്റെ ഏത് ദൗത്യത്തിലൂടെയാണ് ഐസക്മാൻ, സാറ ഗില്ലിസ് എന്നിവർ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ സാധാരണക്കാർ എന്ന നേട്ടം കൈവരിച്ചത്? ഐസക്മാൻ, സാറ ഗില്ലിസ് എന്നിവർ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ സാധാരണക്കാർ എന്ന നേട്ടം കൈവരിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? പൊളാരിസ്റ്റോൺ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, 2024 US ആൻഡ് വേൾഡ്സ് റിപ്പോർട്ട് നടത്തിയ സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 33 അല്ലെ, 33ാം സ്ഥാനം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ 3ാം വർഷവും മികച്ച രാജ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സ്വിറ്റ്സർലാൻഡ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത്, 2024 സെപ്റ്റംബറിൽ അഗ്നിവീറുകൾക്ക് 10% ജോലി സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, ഒഡീഷ എന്നുള്ളത് ഓർത്തിരിക്കുക. പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, അഗ്നിരക്ഷ തുടങ്ങിയ ജോലികളിലായിരിക്കും സംവരണം എന്നുള്ളതും ഓർത്തിരിക്കുക.
ഓർത്തിരിക്കാം. അടുത്തത് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ആൽബർട്ടോ ഫുജിമോറി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? ആൻസർ എന്താണ്? പെറു അല്ലെ, പെറു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സീതാറാം യെച്ചൂരി എന്നുള്ളതും ഓർത്തിരിക്കുക. അദ്ദേഹം അന്തരിച്ച ഡേറ്റ് ഓർത്തിരിക്കുക, 2024 സെപ്റ്റംബർ 12 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ADA247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിൽ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, കേരള എന്ന് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുപോലെ തന്നെ RRB എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് RRB എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കുക, അല്ലെ, മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആപ്പിൽ ഒരു ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അപ്പൊ അതെങ്ങനെയാണ് എടുക്കേണ്ടത്? ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റോറിൽ പോകുന്നു, സ്റ്റോറിൽ പോയിട്ട് RRB NTPC ടെസ്റ്റ് സീരീസ് എടുക്കണം കേട്ടോ. ടെസ്റ്റ് സീരീസ് എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യണം? RRB NTPC എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? Y670 എന്ന കൂപ്പൺ കോഡ്, Y670 ടെസ്റ്റ് സീരീസ് ആയതുകൊണ്ട് ഡ്രസ് കൂടെ ആഡ് ചെയ്യുക. Y670S എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിന്റെ എമൗണ്ട് കുറയുന്നതായിട്ട്. അപ്പൊ ഈ ഇത്രയും കുറഞ്ഞ എമൗണ്ടിൽ ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് പഠിക്കാം. ഏതാണെങ്കിലും ഇപ്പൊ നിങ്ങൾ 10th പ്രിലിംസ് ഒക്കെയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റോറിൽ പോവുക, കേരള PSC എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പൊ നമുക്ക് 10th പ്രിലിംസ് ഈ ഒരു ഫോൾഡർ വരും, കുറെ ഫോൾഡേഴ്സ് വരും, അതിൽ ഇതും വരും. ബൈ നൗ കൊടുക്കുന്നു, ബൈ നൗ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം, അത് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യണം? Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നു, മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ്. ഏത് വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാം. ഒരുപാട് നിങ്ങൾ ഡ്രീം ആയിട്ട് കരുതുന്ന ജോലികളുടെ കോഴ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ കേരള മെഗാ പാക്ക് എന്ന് പറയുമ്പോൾ കേരള PSCC, റെയിൽവേ ബാങ്ക്, അങ്ങനെ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരൊറ്റ പാക്കാണ്. അപ്പോൾ കുറഞ്ഞൊരു എമൗണ്ടിൽ ഇത്രയും അധികം കോഴ്സുകൾ ആക്സസ് ചെയ്യാനുള്ള ഒരു പാക്കാണ് കേരള മെഗാ പാക്ക്. അതും ഇങ്ങനെ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ശരി, അതുപോലെ നമുക്ക് RRB SSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് ഉണ്ട്. അതിൽ നിങ്ങൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? സ്റ്റോറിൽ പോവുക, സ്റ്റോറിൽ പോയിട്ട് ഒന്നുമില്ലെങ്കിൽ SSC കേരള എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ RRB NTPC, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, ബൈ നൗ കൊടുക്കുന്നു. കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം, അത് റിമൂവ് ചെയ്തിട്ട് പകരം Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നു, മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ADA247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, ഡൗട്ട് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഡെയിലി ക്വിസുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഫ്രീ നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. KPSC ഷുവർ ഷോർട്ട് സെലക്ഷൻ എന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ശരി, അപ്പോൾ മറ്റൊരു ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്